ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ലക്ഷങ്ങൾ വിലയുള്ള ഗപ്പി ഫാമിന്. സോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ജസ്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടായിരുന്നു നമ്മുടെ ഒരു ഗ്രീൻ വാട്ടറിനകത്തിട്ട് നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങൾ. അപ്പോൾ അവരെ നമ്മൾ ഇങ്ങോട്ട് പിടിച്ച് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഒരു നെറ്റ് അധികം വീണ് അവരെല്ലാം പേടിച്ചിട്ട് ആ സൈഡിലോട്ട് മാറി നിൽക്കുകയാണ്. അപ്പം ഇന്ന് നമ്മൾ അവരെ എന്താണ് പറഞ്ഞിട്ട് വലിയ ടാങ്കിനകത്തോട്ട് മാറ്റാനെ കൊണ്ട് പോകണം. അപ്പം ഈ ഒരു സൈസൊക്കെ ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലിയ ടാങ്കിനകത്തൊക്കെ മാറ്റി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഗ്രോത്ത് കിട്ടും. അപ്പോൾ അങ്ങനെ ഗ്രോത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സെയിലിന് വരെ ആക്കാനെ കൊണ്ട് പറ്റും. അപ്പം ഈ ടാങ്കിലാണ് നമ്മുടെ ഗ്രീൻ പ്ലാറ്റ് റെഡ് കിടക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ കയ്യിൽ ഇപ്പം സെയിലുള്ള ഒരേ ഒരു ഐറ്റം. അപ്പം നമ്മുടെ കയ്യിലുള്ള ഗ്രീൻ പ്ലാറ്റിനത്തിന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഗ്രീൻ പ്ലാറ്റിനം റെഡ്. ഇയറൊക്കെ കണ്ടല്ലോ, നമ്മുടെ കയ്യിലൊരു 3 months ഏജ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഒരു 2 month ഏജ് ആയിട്ടുള്ള ഗ്രീൻ പ്ലാറ്റ് റെഡുമാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിലെ 3 month ഉള്ളതിനൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇതാണ് 2 month ആയിട്ടുള്ള ക്വാളിറ്റി കണ്ടല്ലോ, ഇയറെല്ലാം കണ്ടല്ലോ. നല്ല അടിപൊളി ക്വാളിറ്റി സാധനമാണ് നമ്മുടെ ഒരു ഗ്രീൻ പ്ലാറ്റ് റെഡ് എന്ന് പറഞ്ഞാൽ. ഞാൻ അതിൻ്റെ ഒരു 3 month ആയ ഒരെണ്ണത്തിനെ പിടിച്ച് കാണിക്കാം. അപ്പം ജസ്റ്റ് ഇതും 2 month ആണ്. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു 3 month ആയിട്ടുള്ള ഒരു ഗ്രീൻ പ്ലാറ്റ് റെഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇയറൊക്കെ ഉണ്ടല്ലോ, നല്ല ഇയർ ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഒരു 3 month ആയപ്പോൾ തന്നെ അടിപൊളി ക്വാളിറ്റിയാണ്. ഒരു 4 to 5 ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല കിണ്ണം കാച്ചി ക്വാളിറ്റി ആവും. അപ്പോൾ ഇനി ഷോർട്ട് ടാങ്കിനകത്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സൈഡ് വ്യൂ കൃത്യമായിട്ട് കാണിച്ചു തരാൻ കൊണ്ട് പറ്റും. അപ്പം ഇതാണ് ഷോർട്ട് ടാങ്കിനകത്തിടുമ്പോൾ അവരുടെ ലുക്ക് എന്ന് പറയുന്നത്. കണ്ടോ, ഹാഫ് മൂണാണ്, നല്ല അടിപൊളി ഹാഫ് മൂണാണ്. അതുപോലെ തന്നെ എടുത്ത് പറയണമെന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോർസൽ കണ്ടല്ലോ, നമ്മുടെ ഈ HB റെഡ് കോളി ഡോർസലൊക്കെ ഉണ്ടല്ലോ, അതുമാതിരി അത് സെയിം പക്ഷേ അങ്ങനെയല്ല, ലൈക്ക് അതേപോലെ ഒരു ചെറിയൊരു രീതിയിലാണ് അതിൻ്റെ ഒരു ഡോർസലൊക്കെ ഇരിക്കുന്നത്. കാരണം അടിപൊളി ലുക്കാണ്. അടിപൊളി ലുക്ക് എന്ന് വെച്ചാൽ അടിപൊളി ഹാഫ് മൂണും ആ ഒരു പറഞ്ഞൊരു ടംബോ ഇയറും പിന്നെ ഒരു ഡോർസലൊക്കെ ഹൈലൈറ്റാണ്. ലുക്ക് എന്ന് പറയുന്നത് തന്നെ അതാണ്. അപ്പം കുറച്ചുകൂടെ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക. ഇത് അറിയാലോ, പർപ്പിൾ ബെറി ബ്ലൂ ഡ്രാഗൺ, അടിപൊളി ക്വാളിറ്റി സാധനമാണ്. സോ അതിൻ്റെ ബ്രൂഡ് ഇയറൊക്കെ കണ്ടില്ല, നല്ല അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. ഞാൻ ഒരെണ്ണത്തിനെ പിടിച്ച് കയ്യിൽ വെച്ച് കാണിക്കാം. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേട്ടാ ഇതിനെ തരുമോ എന്ന്. സോ എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഏജിലുള്ള ഒരു ഗപ്പിയെ നിങ്ങൾ വാങ്ങാതിരിക്കാനാണ് ശ്രമിക്കുക. കാരണം ലുക്ക് അമ്മാതിരിയാണ്. പക്ഷേ നിങ്ങൾ കഴിവതും ഒരു ജൂനിയർ സ്റ്റേജ്, അതായത് 3 month 4 to 5 month വരെ ഉള്ളതിന് നിങ്ങൾ മാക്സിമം വാങ്ങാനോട് ശ്രമിക്കുക. അത് കഴിയുമ്പോഴത്തേക്കുള്ളതിന് നിങ്ങൾ ചൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. കാരണം ഇമ്മ്യൂണിറ്റി പവർ അത് കഴിഞ്ഞ് കാണത്തില്ല. ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ അത് ഓക്കെ ആയിരിക്കും. അപ്പം അത് കഴിഞ്ഞ് ആ ഏജ് കൂടിയതാണെങ്കിൽ മറ്റൊരു അറ്റ്മോസ്ഫിയറിൽ അതിന് അവിടെ പൊരുത്തപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജൂനിയർ സ്റ്റേജിൽ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അപ്പം ഇവിടെയാണ് നമ്മുടെ ഫുൾ ഗോളിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങളെ കാണിച്ചില്ല, അവരുടെ രക്ഷിതാക്കളെ ഇവിടെയാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രാവിലെ നോക്കുമ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഗപ്പിയുടെ വയറ് നല്ല രീതിയിൽ ചൊട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊന്നും ഒരു കുഞ്ഞിനെ പോലെ കാണാനില്ല. ആപ്പാട് ഒരു വണ്ടറായ അവസ്ഥ. ഒരു ഐഡിയ ഇല്ല എന്താണെന്ന്. ഫുൾ നോക്കി ഗപ്പി ഡെറ്റാകാനെ കൊണ്ടുള്ള സാധ്യതയാണെന്ന് നോക്കി അപ്പോഴാണ് ഒരാളെ കാണുന്നത്. അയാളെ ഇപ്പം കാണിച്ചിരുതാ. അപ്പോൾ ബാക്കിയുള്ള കുഞ്ഞുങ്ങളെല്ലാം കഴിച്ചെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരാളെ മാത്രമേ കിട്ടിയുള്ളൂ. അത് ബ്രീഡാകുമെന്നുള്ളൊരു പ്രതീക്ഷ പോലും എനിക്കില്ലായിരുന്നു. അപ്പം പിന്നെ നമ്മൾ അടുത്ത നേരം ഇങ്ങോട്ട് ഇവിടെ കുറച്ച് പേരുണ്ട്. നമ്മൾ ബ്രീഡിങ്ങിന് മാറ്റിയിട്ടാണ്. ഇപ്പം വന്ന് നോക്കുമ്പോൾ ബ്രീഡായിട്ടുണ്ട്. കുറച്ച് കുഞ്ഞുങ്ങളെല്ലാം അതുവഴി ഓടിച്ചാടി നടപ്പുണ്ട്. അപ്പം അവരുടെ രക്ഷതാവ്, അതായത് അവരുടെ അമ്മ അതിനിടയിൽ കയറി നാണിച്ച് പാത്തിരിപ്പുണ്ട്. പക്ഷേ കുട്ടികൾക്ക് ആ നാണവന്മാരും ഇല്ലാതെ വഴി കിടന്ന് ഓടിച്ചാടി നടപ്പുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.